ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കടായി ഉണ്ടാക്കിയാലോ. ചിക്കന് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂണ് മുളകും പൊടി, കൂടുതൽ എരിവില്ലാത്ത മുളകും പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കോഴിമുട്ട ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 2 ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഈ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഇതിലേക്ക് 3 ഐറ്റം ക്യാപ്സിക്കം മുളക്, കുറച്ച് കറിവേപ്പില ഇതെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വാടിയ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ടൊമാറ്റോ സോസ്, 2 ടീസ്പൂണ് ഉണക്കമുളക് വറുത്ത് പൊടിച്ചത് അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഗ്രേവി ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കൂടെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.